അപ്പോൾ ഗൈസ് നമ്മളിതിൻ്റെ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 mAh ബാറ്ററി അതിന് വരുന്നത്. അതുപോലെ തന്നെ എന്താണ് പിന്നെ 2 hours കണ്ടിന്യൂസ് ആയിട്ട് അല്ല അത് ചാർജിങ് ഉള്ള പറയുന്നത്. അതല്ല കട്ട് ചെയ്ത് വെച്ചല്ല 30 to 50 മീറ്റേഴ്സ് എന്നാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് കിട്ടുമെന്നാണ് പറയുന്നത്. 400 mAh ഇതൊക്കെ ആദ്യം പഠിക്കുന്ന സാധനം. ചാർജിങ്ങിൻ്റെ ഇതാ അതാ വർക്കിംഗ് ടൈമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഗൈസ് ഇതിൻ്റെ വർക്കിംഗ് ടൈം വന്നിട്ടുള്ളത് എബൌട്ട് 6 hours ആണ് കമ്പനി പറയുന്നത്. എത്ര കിട്ടുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഞാനിതിൻ്റെ അൺബോക്സ് ചെയ്യാം കേട്ടോ. എന്നാലും ചേട്ടാ ഇതൊക്കെ സിനിമാറ്റിക് കിട്ടണേ. കണക്ടർ ഇത്രയൊക്കെ തന്നെയുള്ള ഈ സാധനത്തിൽ ഷസാമ് കയറി വരുന്നു പെട്ടെന്ന് എനിക്ക്. നമ്മളത് കണക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് കേട്ടോ ഇതാണ് റിസീവർ. ഇത് നമ്മുടെ ഏട്ടാ ഇതെങ്ങനെയാ അയ്യോ മാറിപ്പോയടാ. ഞാൻ പെട്ടെന്ന് 16 ചിന്തിച്ചു പോയി ഗൈസ്, അതാണ് മാറിപ്പോയത്. നമ്മുടെ ലൈറ്റ്നിങ് കേബിള് ഇതുപോലെ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിനു ശേഷം ഈ റിസീവർ ഇതിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ബ്ലിങ്ക് ചെയ്യേണ്ടതാണ്. ഇതിന് ബ്ലിങ്ക് കാണിക്കുന്നില്ലല്ലോ. ഇവിടെ ലൈറ്റിംഗ് ഇൻഡിക്കേറ്റർ കാണിച്ചോട്ടോ. അപ്പൊ നിലവിൽ ഈ സാധനം റിസീവർ അതിൽ കണക്ട് പോയി ബാക്കോട്ട് പോയി കിട്ടുന്നുണ്ടാവില്ല അച്ഛനെ കിട്ടുന്നുണ്ടാവുമായിരിക്കില്ലേ, എനിക്കും അറിയില്ല. ഞാൻ ഇപ്പൊ മാക്സിമം ഏകദേശം പിന്നെ അത്യാവശ്യം ദൂരെ